ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂ ടൈം വിഷൻ. എല്ലാവർക്കും ന്യൂ ടൈം വിഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ മൊബൈൽ എന്നറിയപ്പെടുന്ന ഒരു BM10 എന്ന ഒരു മൊബൈലിൻ്റെ ഫുൾ റിവ്യൂ ആണ്. ഇതിനകത്ത് 2 സിം കാർഡ് ഇടാം, പിന്നെ അതുപോലെ ഒരു മെമ്മറി കാർഡ്, ബ്ലൂടൂത്ത്, റേഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നൊരു മിനി ഫോണാണ്. ഇതിൻ്റെ പേര് തന്നെയാണ് മിനി വയർലെസ് ഡയലർ മിനി ഫോൺ. നമുക്കിത് ഇതിനകത്ത് 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും അതുപോലെ തന്നെ ഒരു ബ്ലൂടൂത്ത് സെറ്റപ്പും കൂടി ഇതിനോട് കൊടുത്തിട്ടുണ്ട്. അത് കാണിച്ചു തരാം. ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനുള്ളിൽ വേറൊന്നുമില്ല, ഇങ്ങനെ ഒരു ബോക്സിനകത്താണ് ഇത് കിട്ടുന്നത്. ഓക്കെ, ഇതിൻ്റെ കൂടെ ഒരു സാംസങ്ങിൻ്റെ മൈക്രോ ടൈപ്പ് ചാർജറാണ് കൊടുത്തിട്ടുള്ളത്. സാധാരണ ഫോണിൻ്റെ കൂടെ വരുന്നത് കുറച്ചും കൂടെ വലിയ ചാർജറാണെങ്കിൽ ഇതിൻ്റെ മൊബൈൽ പോലെ തന്നെ ചാർജറും വളരെ ചെറിയ ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അഡാപ്റ്റർ കൊടുത്തിട്ടില്ല. ഓക്കെ, പിന്നെ ഇതിനോട് കൊടുത്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ടൈപ്പിലൊരു കവറാണ്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോൺ ഇതിനേക്ക് ഇൻസേർട്ട് ചെയ്ത്, പിന്നെ നമ്മളിപ്പോൾ ലോങ് ടൈം കോൾ വിളിക്കുന്നെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വിളിക്കുന്നെങ്കിൽ ഈ ചെറിയ മൊബൈൽ നമുക്ക് ചെവിയിൽ പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് ഇതിനകത്ത് നമ്മൾ ചെവിയിൽ സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് ചെവിയിൽ വെച്ച് നമുക്ക് 2, 3, 4 മണിക്കൂറൊക്കെ കണ്ടിന്യൂ കോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഫോൺ ഓൺ ചെയ്ത് നോക്കാം. ഇത് സംഭവം എന്ന് ചെറിയൊരു ബ്ലൂടൂത്ത് ആയിട്ട് ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കവർ കമ്പനി ഇതിൻ്റെ കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് കാണുന്ന ഒരു സ്പീക്കർ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ സ്പീക്കർ വരുന്നത്. ഇയർ സ്പീക്കറും റിങ്ങറും രണ്ടും ഒരേ സൈഡിലാണ്, ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് റിങ്ങറിൻ്റെ ഗ്രില്ല്. മൊബൈൽ പോലെ തന്നെ അതിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് കമ്പനി. പിന്നെ സിം 1, സിം 2, പിന്നെ മെമ്മറി കാർഡ് കൊടുത്തിരുന്നത് ഇതിൻ്റെ അകത്തോട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത് മെമ്മറി കാർഡ്. അങ്ങനെ ചെയ്യാം. ഇത്രയും ചെറിയ മൊബൈലിനകത്ത് നമ്മളൊരു വിരലിൻ്റെ പകുതി പോലും ഇല്ല, അത്രയും ചെറിയ ഈ മൊബൈലിനകത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ബാറ്ററി കണക്ടറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ചാർജിങ് പോർട്ട് മൈക്രോ ആണ് ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നത്. സാംസങ്ങിൻ്റെ ഒക്കെ നോർമൽ ചാർജർ പോലത്തെ ഒരു ചാർജറാണ്. ആ ചാർജറും ഇതിന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നമ്മൾക്ക് ഇതിനകത്ത് സിം കാർഡും മെമ്മറി കാർഡും ഇട്ട് നോക്കാം. മൈക്രോ സിം കാർഡാണ് ഇതിനകത്ത് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ സിം കാർഡ് ഇട്ട് നോക്കാം. സിം കാർഡ് ഇതിനകത്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ കവറിങ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ സെക്കൻഡ് സിം ഇടാം. നമുക്ക് സിം കാർഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ കവർ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റായി. ഇനി നമ്മൾ മൂന്നാമതായി ചെയ്യാൻ വേണ്ടി പോകുന്നത് 16 GB സാൻഡിസ്ക് 16 GB സാൻഡിസ്ക് മെമ്മറി കാർഡാണ്. ഇതിനകത്ത് സപ്പോർട്ട് ആവുമോ അറിയില്ല, നമ്മൾ ഇതിനു മുമ്പ് ട്രൈ ചെയ്തില്ല. എന്നാലും നമുക്ക് നോക്കാം. ഇത്രയും ചെറിയ മൊബൈലിനകത്ത് സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് കുറവാണ്, എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിതിൻ്റെ ഫുൾ റിവ്യൂ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇത്രയും ചെറിയ മൊബൈലിൻ്റെ നമ്മളിതിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ സിമ്മൊക്കെ ഇട്ട് ഓൺ ചെയ്ത് നോക്കിയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. പവർ ഓൺ വെയിറ്റ് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഓൺ ചെയ്തപ്പോൾ ഒരു ടൂണും വെൽക്കം ടൂൺ വന്നിട്ടുണ്ട്, റിംഗ് ടൂണ്. ഓക്കെ, ഇപ്പോൾ സിഗ്നൽ വന്നില്ല. സിഗ്നൽ വരാൻ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ഒരു സിം കണക്റ്റായി, കണക്റ്റിംഗ് എന്നിട്ട് വന്നിട്ടുണ്ട്. നമ്മളിപ്പം വലിയ ആൻഡ്രോയിഡ് ഫോണിലായി കഴിഞ്ഞാൽ സിം ഇട്ടപാട് സിഗ്നൽ വരില്ല, ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ ഇതിനകത്ത് ഒരു സിമ്മിൻ്റെ സിഗ്നൽ വന്നു. ഓക്കെ, 2 സിമ്മിൻ്റെ സിഗ്നൽ വന്നു. അതുപോലെ ഒരു മെസ്സേജ് വന്ന് കിടപ്പുണ്ട്. ബാറ്ററി 2% അല്ല, അതിനകത്ത് മൊത്തം 3 കട്ടയാണ് കാണിക്കുന്നത്. 2 കട്ടയുണ്ട് ഇതിനകത്ത്. നമ്മൾ ചാർജ് ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ ഡേറ്റൊക്കെ ഓട്ടോമാറ്റിക് സെറ്റായി, ഡേറ്റും ടൈമും ഓട്ടോമാറ്റിക് സെറ്റായി. സാധാരണ ഫോണിലെ പോലെ ഇതിലും ഡേറ്റും ടൈമൊക്കെ സിം ഇട്ടപ്പോൾ ഓട്ടോമാറ്റിക് സെറ്റായി. ഓക്കെ, ഇനി നമ്മൾക്കിതിൻ്റെ നമ്പറൊക്കെ അടിച്ച് നോക്കാം. ലോക്ക് മുകളിലെ ബട്ടണും സ്റ്റാറുമാണ് ലോക്ക്. 1 2 3 4 5 6 7 8 9 *0#. ഓക്കെ, നല്ല രസമുണ്ട്. ബട്ടണൊക്കെ ഞെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഞെക്കണം, ഇല്ലെങ്കിൽ നമ്പറൊക്കെ മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ലോക്ക് അപ്പ് ആൻഡ് ഡൗൺ ബട്ടണാണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ.
ഇനി നമ്മൾക്ക് ഇരുന്ന് കോൾ വിളിച്ച് നോക്കാം. 121 സെലക്ട് കോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 2 സിം ഉണ്ടായതുകൊണ്ട് സെലക്ട് കോൾ വന്ന് 1 എന്ന് വേണോ 2 എന്ന് വേണോ, നമുക്ക് 7 വേണം വിളിക്കാം. ഇപ്പോൾ 2 എന്ന് വിളിച്ച് നോക്കിയിട്ടുണ്ട് 121ലേക്ക്. കോൾ പോയി തുടങ്ങി. ഉണ്ടോ 0304 സെക്കൻഡ് കോൾ പോയി തുടങ്ങി. ഇനി നമ്മൾക്ക് ഈ ഫോണിലേക്ക് ഒന്ന് കോൾ വിളിച്ച് നോക്കാം. ഓക്കെ, ഇതിലേക്ക് കോൾ വന്നു. ഓക്കെ, സൗണ്ടൊക്കെ അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്. നമ്മൾ പോക്കറ്റിൽ ഈ മൊബൈൽ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ, കയ്യിൽ പിടിച്ച് കഴിഞ്ഞാൽ അറിയില്ല, എന്നാലും സൗണ്ട് നല്ലപോലെ പുറത്തേക്ക് വരും. നമ്മളിപ്പോൾ നോക്കി കൈയകത്ത് ആരെങ്കിലും പറഞ്ഞാൽ പോലും വിശ്വസിക്കില്ല കയ്യിലകത്തുമ്പോൾ ഒരു മൊബൈൽ ഉണ്ടെന്ന്. 2 സിമ്മും ബ്ലൂടൂത്തൊക്കെ വർക്ക് ചെയ്യുന്നൊരു മൊബൈൽ നമ്മുടെ കയ്യിലുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അത്രക്കും ചെറിയ മൊബൈൽ എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. ഓക്കെ, നോക്കിക്കോ. ഓക്കെ, ഇനി നമ്മൾക്ക് നമുക്ക് ഇതിൻ്റെ ബ്ലൂടൂത്ത് ചെക്ക് ചെയ്യാം. ബ്ലൂടൂത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ JBL ഒരു സ്പീക്കറാണ് എടുക്കുന്നത്. അത് ആദ്യം ഓൺ ചെയ്യാം. ഓൺ ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ ബ്ലൂടൂത്ത് ഓൺ ആക്കിയിടാം. അതിനുശേഷം ഇതിൻ്റെ സെറ്റിങ്സ് പോവാം. ഇതിനകത്ത് സെറ്റിങ്സ് പറയുന്നത് ഫോൺ ബുക്കാണ്, അതായത് നമ്മൾ കോൺടാക്റ്റ്, പിന്നെ മെസ്സേജസ്, പിന്നെ കോൾ സെൻറ്റർ, കോൾ വരുന്നതും പോകുന്നതായിട്ടില്ല, നമ്മൾ കോൾ സെൻറ്റർ എന്നാണ് കാണിക്കുന്നത്. പിന്നെ മീഡിയക്കകത്താണ് നമുക്ക് പോകേണ്ടത്. അതിനകത്താണ് നമ്മൾ പാട്ട് ഇതിനകത്ത് ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോങ് കേൾക്കണമെന്നാണ് അതിനകത്ത് പോയിട്ട് നമുക്ക് മീഡിയ പ്ലെയർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അതിന് മുമ്പ് BT മ്യൂസിക് ഉണ്ട്, നമുക്ക് കണക്ട് ചെയ്യാം. ഇതിനകത്ത് നോട്ട് കണക്ട് എന്ന് പറയുന്നത് കണക്ട് ഡിവൈസ് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, നോക്കാം. കണക്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. JBL Go. ഓക്കെ, 1 സെക്കൻഡ് കൊണ്ട് ഇത് കണക്ട് ആയിട്ടോ. ഓക്കെ, ഓക്കെ, ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഒറിജിനൽ മൊബൈലും ഇതും തമ്മിൽ വ്യത്യാസം നോക്കാം എത്രത്തോളം ഉണ്ടെന്ന്. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ കമ്പനി മൊബൈൽ. ഈ മിനി ഫോണിൻ്റെ സൈസും കൂടെ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. നോക്കിക്കോ, അതായത് ഇതിൻ്റെ ഒരു 25% മാത്രമേ ഈ മൊബൈൽ വരുന്നുള്ളൂ. അത്രയും വരുന്നെന്ന് പറയാൻ പറ്റില്ല, അത്രയും ചെറിയ മൊബൈലാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ പ്രൈസും ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു.